ഒന്ന്, നിങ്ങൾ സാമ്പത്തിക സംവരണം; രണ്ട്, നിങ്ങൾ സാമൂഹ്യ നീതി പാലിക്കാറില്ല. ഈ രണ്ട് കാര്യങ്ങൾക്കൊന്ന് മറുപടി പറഞ്ഞ് ബ്രേക്ക് കഴിഞ്ഞ് പിന്നെ താങ്കൾക്ക് കൂടുതൽ അവസരം തരാം അഡ്വക്കേറ്റ് അരുൺകുമാർ. കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് പലതരത്തിലുള്ള ആക്ഷേപം ഉന്നയിക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ LDFിലെ സീറ്റ് ചർച്ചകളൊക്കെ ഏറ്റവും ആദ്യം പൂർത്തീകരിച്ച് ഏറ്റവും ആദ്യം കോട്ടയത്ത് മാണി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഇന്ന് CPIയുടെ 4 സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. നാളെ CPMന്റെ 15 സ്ഥാനാർത്ഥികളെയും ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പ് രംഗത്ത് ബഹുദൂരം മുന്നേറി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. UDFിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സീറ്റ് ഷെയറിംഗ് പോലും രമ്യമായി പരിഹരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നിലവിൽ വിജയിച്ച MP-മാർ തന്നെ തുടരണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടില്ല. KPCCയുടെ പ്രസിഡന്റ് തന്നെ പറയുന്നു അദ്ദേഹം മത്സരിക്കണമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചു എന്നുള്ള വിവരം അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് പത്രപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി വണ്ടിയിൽ കയറി രക്ഷപ്പെടുകയാണ്. ഇപ്പൊ KC വേണുഗോപാൽ അഖിലേന്ത്യാ നേതാവ് പറയുന്നു കൃത്യമായിട്ടുള്ള സാമൂഹ്യ സംവരണം പാലിച്ച മത്സരിക്കുക. ഇപ്പോഴും ഒരു തരത്തിലുള്ള ഒരു ധാരണയും എത്താൻ UDFന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ആദ്യഘട്ടം മുതൽ തന്നെ വളരെ മുന്നേറിക്കൊണ്ട് ചിട്ടയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് കാലുവച്ചിരിക്കുകയാണ്. നാളെ മുതൽ കൂടുതൽ കരുത്തോടെ മുഴുവൻ 20 സ്ഥാനാർത്ഥികളും രംഗത്തിറങ്ങുന്ന സാഹചര്യമായി മുന്നോട്ട് പോകും. എല്ലാ വിഭാഗത്തിൽ നിന്നും, പ്രത്യേകിച്ച് CPMനെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിമാർ, അത് പോളിറ്റ് ബ്യൂറോ മുതൽ എന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഘടകത്തിൽ നിന്നുമുള്ള കിട്ടാവുന്ന മികച്ച സ്ഥാനാർത്ഥികളെയാണ് അണിനിരത്തുന്നത്. UDF എത്ര ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും ആരോപണം ഉന്നയിച്ചാലും ജനങ്ങൾക്ക് കൃത്യമായി തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാനലിനെ കൃത്യമായി തന്നെ കൈയടിച്ച് സ്വീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അടുത്ത കാലത്ത് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ലോകസഭയായിട്ടൊക്കെ താരതമ്യപ്പെടുത്താൻ പറ്റില്ല എന്നിരുന്നാൽ പോലും വലിയ രൂപത്തിൽ ഇടതുപക്ഷത്തെ ആക്രമിക്കാനുള്ള ശ്രമം എല്ലാ മേഖലയിൽ നിന്നും നടക്കുമ്പോൾ ഞങ്ങളുടെ സീറ്റ് ഇരട്ടിയാക്കി 5-10 നമ്മൾ മുന്നേറുമ്പോൾ ഇവിടെ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഇല്ല എന്ന് കൂടുതൽ സ്ഥാപിക്കാൻ നമുക്ക് കഴിയുകയാണ്. എന്നാൽ 18 ലോക്സഭാ മണ്ഡലത്തിലും ഭരണവിരുദ്ധ വികാരമുണ്ട്, MP-മാർ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് കേരളം പോവുകയാണ്. അതുകൊണ്ട് ഇവിടെ എത്ര ആരോപണം UDF ഉന്നയിച്ചാലും അത് വിലപ്പോവില്ല. ജനങ്ങൾക്ക് കൃത്യമായി പ്രാഥമികമായി അത്രയാണ് പറയാനുള്ളത്. പക്ഷേ Debate with MV Nikesh Kumar.